ഞങ്ങൾക്ക് കാനറ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ പ്രോമിസ് ഫോർ ഫ്യൂച്ചറിനെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് അവയിൽ ഏറ്റവും പൊതു സ്വഭാവമുള്ള ചിലതിന് ഉത്തരം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ചോദ്യം 1. പ്രോമിസ് ഫോർ ഫ്യൂച്ചറിന് കീഴിലുള്ള 2 പ്ലാൻ ഓപ്ഷനുകൾ ഏതെല്ലാമാണ്? നിങ്ങളുടെ ധനകാര്യ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് 2 ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനാകും. സേവിങ്സ് ഫോർ ഫ്യൂച്ചർ, കുട്ടിയുടെ വിദ്യാഭ്യാസം, വീട് വാങ്ങുക അല്ലെങ്കിൽ റിട്ടയർമെന്റ് പോലെയുള്ള ഒരു നിർദ്ദിഷ്ട നാഴികക്കല്ലിന് വേണ്ടിയാണ് നിങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ. ഇൻകം ഫോർ ഫ്യൂച്ചർ, ഒരു നിശ്ചിത കാലയളവിന് ശേഷം സ്ഥിരമായ ഒരു വരുമാന സ്രോതസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുയോജ്യം. ഇത് ധനകാര്യ സുരക്ഷ ലഭ്യമാക്കും, ഒപ്പം പണം വളരുന്നതും ആസ്വദിക്കാൻ കഴിയും. ചോദ്യം 2. ഈ പ്ലാൻ പരിഗണിക്കേണ്ടത് ആരാണ്? ഇനി പറയുന്നവർക്ക് പ്രോമിസ് ഫ്യൂച്ചർ ഉത്തമമാണ്. ദീർഘകാല സമ്പത്ത് രൂപീകരണം തേടുന്ന യുവ പ്രൊഫഷണലുകൾ, തങ്ങളുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, റിട്ടയർമെന്റ് ആസൂത്രണം ചെയ്യുന്നവർ, നിങ്ങൾ ജീവൻ സംരക്ഷണത്തിനൊപ്പം സ്മാർട്ട് സമ്പാദ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ. ചോദ്യം 3. ഞാൻ എൻ്റെ പോളിസി നേരത്തെ സറണ്ടർ ചെയ്താൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ പൂർണ്ണ പോളിസി വർഷത്തേക്കുള്ള പ്രീമിയം പേയ്മെന്റ് മുഴുമിക്കാതെ നിങ്ങൾക്ക് സ്വന്തം പോളിസി സറണ്ടർ ചെയ്താൽ നിങ്ങൾക്ക് ആനുകൂല്യമൊന്നും ലഭിക്കുകയില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് സറണ്ടർ മൂല്യം, അതായത് GSV അല്ലെങ്കിൽ സ്പെഷ്യൽ സറണ്ടർ മൂല്യം SSV, ഇവയിൽ ഏതാണോ അധികം അത് ലഭിക്കും. നിങ്ങൾ ചേർന്നത് ഇൻകം ഫോർ ഫ്യൂച്ചർ പ്ലാനിൽ ആണെങ്കിൽ സറണ്ടർ ചെയ്യുമ്പോൾ ഡെഫേർഡ് സർവൈവൽ ആനുകൂല്യം വല്ലതുമുണ്ടെങ്കിൽ അതും നൽകപ്പെടും. ചോദ്യം 4. എൻ്റെ ആദായത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമോ? നല്ലൊരു ചോദ്യമാണ്. മെച്യൂരിറ്റിയിൽ നിങ്ങളുടെ ഗ്യാരണ്ടീഡ് സം അഷ്യൂർഡും ഗ്യാരണ്ടീഡ് ലോയൽറ്റി അഡീഷനും സ്ഥിരമായിരിക്കും. അതേസമയം ആനുവൽ ബോണസും ഫൈനൽ ബോണസും പോലെയുള്ള ബോണസുകൾ കമ്പനിയുടെ പ്രകടനം അടിസ്ഥാനമാക്കി ആയിരിക്കും. അതിനാൽ ഒരു മിനിമം ആദായം നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. ബോണസുകൾ വഴിയുള്ള ഏതെങ്കിലും അധിക വളർച്ച ഇൻഷുററുടെ ഫണ്ട് പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. പ്രോമിസ് ഫോർ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇതിലൂടെ ഉത്തരം ലഭിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അവ എഴുതുക, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനോട് സംസാരിക്കാൻ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നിങ്ങളുടെ ധനകാര്യ ഭാവി ആരംഭിക്കുകയാണ്. നമുക്കതിനെ ശക്തമായ ഒന്നാക്കാം. വൈകാതെ നേരിൽ കാണാം.